ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിന് ഇത് യോജിച്ചതല്ല. വ്യക്തിപരമായ ആക്ഷേപം പറയുന്നത് ഒരു മതേതര സമൂഹത്തിന് യോജിച്ചതല്ല. വ്യക്തിപരമായ ആക്ഷേപം ഉന്നയിക്കുന്നത് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പൗരന് യോജിച്ചതല്ല. ഉടനീളം തെരഞ്ഞെടുപ്പിന്റെ ആരവം മുഴങ്ങിക്കഴിഞ്ഞു. എന്നാൽ പേരാമ്പ്രയിൽ അതിനേക്കാൾ വലിയ ആവേശത്തോടു കൂടിയിട്ടാണ് ഈ നാട്ടുകാർ ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റെടുത്തിട്ടുള്ളത്. പേരാമ്പ്രയിലെ പല ക്ഷേത്രങ്ങളിലും ഉത്സവം നടക്കുന്നുണ്ട്. ആ ക്ഷേത്രങ്ങളിലെ ഉത്സവത്തിനേക്കാൾ പൂരം ഇന്ന് നമ്മുടെ അങ്ങാടികളിൽ, കവലകളിൽ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലുണ്ട് എന്നുള്ളതാണ് വസ്തുത. നമുക്ക് സംസാരിക്കാനുള്ളത് ഈ നാടിനെ കീറി മുറിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് ഒന്നുമല്ല. വളരെ സത്യസന്ധമായി ആളുകളുടെ കൈ പിടിച്ച് വോട്ട് ചോദിക്കാൻ ഇന്ന് ആർക്കെങ്കിലും ഈ കേരളത്തിൽ സാധിക്കുമെങ്കിൽ അത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്കാണ് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ പേരാമ്പ്ര നിയോജക മണ്ഡലം എന്നുള്ളത് എത്രമാത്രം സമ്പന്നമായിട്ടുള്ള സ്ഥലമാണ് എന്ന്. ഈ നാടിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പേരുകളെ കുറിച്ച് പറയേണ്ടി വരും. ഈ നാടിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെയുള്ള വൈവിധ്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടി വരും. ഇവിടെയുള്ള നിഷ്കളങ്കരായിട്ടുള്ള, നീതിബോധമുള്ള, ജനാധിപത്യ ബോധമുള്ള മനുഷ്യരെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടി വരും. അത്രയും സമ്പന്നമാണ് ഈ മണ്ണ്. ഈ മണ്ണിൽ പാടങ്ങളുണ്ട്, ഈ മണ്ണിൽ അരുവികളുണ്ട്, ഈ മണ്ണിൽ മലകളുണ്ട്, കാടുകളുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും സമ്പന്നമായ ഈ മണ്ണ്, ഇവിടെ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ അവൈലബിൾ ആണ്, ഈ നാട്ടിലുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ പേരാമ്പ്ര നിയോജക മണ്ഡലത്തിനെ ഏറ്റവും ഉയർന്ന രൂപത്തിലേക്ക്, ഈ നാട്ടിലുള്ള ആളുകൾ അർഹിക്കുന്ന രൂപത്തിലേക്ക് ഇത്രയും കാലമായിട്ടും കൊണ്ടുപോകാൻ ഇവിടെയുള്ള സംവിധാനത്തിന് സാധിക്കാത്തത് എന്നുള്ള സുപ്രധാന ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. കൂടുതൽ സംസാരിക്കുന്നില്ല. 3 ഘടകങ്ങളിലാണ് ഞങ്ങൾ ഈ പ്രകടന പത്രിക, ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക ഒരുക്കുന്നത്. ഒന്നാമത്തേത് വിദ്യാഭ്യാസം. ഈ നാട്ടിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അവരർഹിക്കുന്ന രൂപത്തിൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ആ സ്റ്റാൻഡേർഡിൽ ഈ നാട്ടിലുള്ള സ്കൂളുകളെ ഉയർത്തിക്കൊണ്ട് ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇവിടെ UDF വിജയിച്ചുവെന്ന് ഈ നാട്ടിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് സ്കൂളുകളെ, ഇവിടെയുള്ള മറ്റ് CKG കോളേജ് ഉൾപ്പെടെയുള്ള കോളേജുകളുണ്ട്. ആകെ ഒരു കോളേജ് ഈ മണ്ഡലത്തിൽ ഗവൺമെന്റ് കോളേജ് ആയിട്ടുള്ളൂ, അത് CKG കോളേജ്. ഇനി മറ്റുള്ള കോളേജുകളെ ഈ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും പരിഗണനയിലുണ്ട് എന്നുള്ളത് നിങ്ങളെ അറിയിക്കുകയാണ്. അതുപോലെ PSC UPSCയിൽ പ്രിപ്പയർ ചെയ്യുന്ന എത്രയെത്ര ആളുകളുണ്ട്, എത്ര ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഈ പേരാമ്പ്രയിലുള്ളത്. നമ്മുടെ നാട്ടിലുള്ള യുവാക്കൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്, ഗവൺമെന്റ് ജോലികൾക്ക് വേണ്ടിയിട്ട്, സിവിൽ സർവീസ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എത്രമാത്രം സർക്കാരിലൂടെ ഈ നാട്ടിലുള്ള ആളുകളെ പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ള ചോദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കട്ടെ. പുറത്തുള്ള ആളുകളുമായിട്ട് മത്സരിക്കാൻ അവരെ പ്രാപ്തമാക്കാനുള്ള എന്ത് നടപടിയാണ് കഴിഞ്ഞ കാലങ്ങളിലായിട്ട് ഇവിടെയുള്ള ഭരണകൂടം ഈ പേരാമ്പ്രയിലുള്ള യുവാക്കൾക്ക്, ഈ പേരാമ്പ്രയിലുള്ള വിദ്യാർത്ഥികൾക്ക് നൽകിയത് എന്നൊരു സുപ്രധാന ചോദ്യമുണ്ട്. അതവിടെ നിൽക്കട്ടെ, ഒന്നാമത്തേത്. രണ്ടാമത്തെ കാര്യം, ഈ നാടിലെ കാർഷിക രംഗമാണ്. മനോഹരമായിട്ടുള്ള ഭൂമിയാണിത്. നമുക്കിതിലൂടെ നടന്നു നോക്കിയാൽ ഒത്തിരി പാടവരമ്പുകൾ കാണാൻ പറ്റും. തരിശു ഭൂമികളായിട്ട് അത് കിടക്കുകയാണ്. എന്തുകൊണ്ടാണ് കൃഷിയോഗ്യമായിട്ട് ഈ ഭൂമികളെ മാറ്റാൻ ഇത്രയും കാലമായിട്ടും ഇവിടെയുള്ള സംവിധാനങ്ങൾക്ക് സാധിക്കാത്തത് എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. ആദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ വോട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്, ജയ് UDF. അങ്ങനെ